വരാപ്പുഴയിൽ സ്ഫോടനമുണ്ടായത് അനധികൃത ശേഖരത്തിൽ നിന്നെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ്. ജെയ്സൺ എന്നയാൾക്ക് പടക്കം വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് മറയാക്കിയാണ് ഇയാൾ അനധികൃതമായി വൻതോതിൽ പടക്കം സൂക്ഷിച്ചത്. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, കഴിഞ്ഞ ദിവസമാണ് വളരെ വേദനാജനകമായ ഈ വാർത്ത പുറത്തു വന്നത്. ഇപ്പോൾ ലൈസൻസി ജെയ്സൺ എന്നയാളെ പ്രതി ചേർത്തിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ജെയ്സൺ ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഭദ്ര. ഈ ജെയ്സണെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ നാടിനെ നടുക്കിയ സംഭവം, പ്രത്യേകിച്ച് വരാപ്പുഴയെ നടുക്കിയ ഈ ഉഗ്ര സ്ഫോടനത്തിന് സമഗ്ര അന്വേഷണം വേണമെന്ന ജില്ലാ കളക്ടർ അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരോടും ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയോടും വിശദീകരണം തേടിയിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാരണം ഇതൊരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലാണ്. ഈ മേഖലയിൽ എങ്ങനെയാണ് അനധികൃതമായി ഇതേപോലൊരു സ്ഥാപനം വന്നത് എന്ന് തീർച്ചയായും പരിശോധിക്കും. അത് മാത്രമല്ല, ഇന്നലെ നമുക്ക് ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. വലിയൊരു ഗോഡൗൺ ആയിരുന്നു. ആ ഗോഡൗൺ തകർന്ന് തരിപ്പടമായി പോയി എന്ന് വേണം പറയാൻ. കാരണം അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം ആണ് അവിടെയുള്ളത്. എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നുള്ളത് വിശദമായി തന്നെ അന്വേഷിക്കും. ഫോറൻസിക്കുകാരടക്കം വിശദ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആശുപത്രിയിലുള്ള ആളുകളുടെ നില ഇപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ്. ഒരാൾക്ക് ഗുരുതരമായിരുന്നു, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിലും പുരോഗതിയുണ്ട്. ഇപ്പോൾ മെച്ചപ്പെട്ട് വരികയാണ്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അനധികൃത ശേഖരമായിരുന്നു, പടക്ക ശേഖരണമായിരുന്നു അത് ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാണ്. ഇന്നലെ ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞത് ഈ സംഭവ സ്ഥലത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ലൈസൻസ് ഉണ്ടായിട്ടുള്ളത് ആകെ പടക്കം വിതരണം ചെയ്യുന്നതിന് മാത്രമാണ് ലൈസൻസ് ഉള്ളത്. പടക്ക നിർമ്മാണത്തിനോ ഒപ്പം തന്നെ കരിമരുന്ന് ശേഖരണത്തിനോ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് കളക്ടർ ആർ രേണുരാജ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഇന്ന് അന്വേഷണം നടത്തും. ഫോറൻസിക്കുകാരടക്കം സ്ഥലത്ത് അല്പസമയത്തിനകം തന്നെ എത്തും. വിശദമായി തന്നെ പരിശോധന നടത്തും. അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. കാരണം ഈ സമീപ വീടുകളിലൊക്കെ വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു. ഈ കല്ലുകൾ ഈ പൊട്ടിത്തെറിയിലുണ്ടായ ഈ കെട്ടിടം തകർന്നു വീഴുന്ന ആ സമയത്ത് ഈ കല്ലുകൾ തെറിച്ചാണ് ഈ കുട്ടികൾക്ക് പരിക്കേറ്റത്. സമീപത്തെ വീടുകളിലെ കുട്ടികൾക്ക് പരിക്കേറ്റത്. സമീപത്തെ വീടുകളിലെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കൃഷിസ്ഥലങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേരുടെ കൃഷികൾ നശിക്കുന്ന ഒരു അവസ്ഥ. വൈദ്യുതി ബന്ധം ഇന്നലെ പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. ഇന്ന് രാവിലെ പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ വിശദമായ ഒരു പരിശോധനയും ഈ മേഖലയിൽ നടത്തും. ഭദ്ര. ശരി, വരാപ്പുഴയിലെ സ്ഫോടനമുണ്ടായത് അനധികൃത പടക്കശേഖരത്തിൽ നിന്നാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ലൈസൻസി ജെയ്സനെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറും അതുപോലെ അധികൃതരുമെല്ലാം തന്നെ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. മന്ത്രി പി രാജീവും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങൾ നൽകിയത്.